ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓൾ. കഴിഞ്ഞ ക്ലാസ്സിൽ ക്യാരക്ടറിസ്റ്റിക്സ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ മോട്ടോറിൻ്റെ ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ലോഡ്, ടോർക്ക്, സ്പീഡ്, ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് സീരീസ് ആണെങ്കിലും ഷണ്ട് ആണെങ്കിലും കോമ്പൗണ്ടിൽ വരുന്ന ഡിഫറൻഷ്യൽ ആൻഡ് ക്യുമുലേറ്റീവ് ആണെങ്കിലും അവരൊക്കെ ഓരോ ഡിസ്റ്റിങ്സ് ക്യാരക്ടറിസ്റ്റിക്സ് എപ്പോഴും കാണിക്കും. അതായത് ഒരു ബേസിക് കോൺസ്റ്റൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരുന്നു, അതിൻ്റെ നിന്ന് ചെറിയ ചെറിയ വ്യത്യാസമുള്ള രീതിയിൽ സർക്യൂട്ടിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് അവർ ക്യാരക്ടറിസ്റ്റിക്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ് ഡി സി മോട്ടോറിൻ്റെ സ്പീഡുകൾ കൺട്രോൾ ചെയ്യാൻ പറ്റുക. അപ്പോൾ സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള മെത്തേഡുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പറയുന്നത് എന്താണ്, സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണ് സ്പീഡ് റിലേഷൻ വരുന്നത്. അപ്പോൾ സ്പീഡ് റിലേഷൻ വരുന്ന ഈ ഒരു ഇക്വേഷൻ റൈറ്റ് സൈഡിൽ കാണിക്കുന്ന ഇക്വേഷൻ നോക്കുക. എന്താണ്, ബാക്ക് ഇ എം എഫിനായിട്ടുള്ള ഇക്വേഷനും അതേപോലെ തന്നെ ബാക്ക് ഇ എം എഫ് ജനറേറ്റ് ആവുന്ന ഇക്വേഷനും തമ്മിലുള്ള റിലേഷൻ നോക്കിക്കഴിഞ്ഞാൽ സ്പീഡ് എന്നുള്ളത് എന്തായിട്ട് വരും, ബാക്ക് ഇ എം എഫ് ഡിവൈഡ് ബൈ എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഫ്ലക്സ്. അതായത് റിലേറ്റ് ചെയ്യുന്ന ഭാഗങ്ങളെ സ്പീഡ് റിലേറ്റ് ചെയ്യുന്നത് ബാക്ക് ഇ എം എഫ് ആൻഡ് ഫ്ലക്സ് എന്നുള്ള രീതിയിലാണ് എപ്പോഴും വരുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളൊരു കൺട്രോളിങ്ങിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. സ്പീഡിൻ്റെ കൺട്രോളിന് വേണ്ടിയിട്ട് ബാക്ക് ഇ എം എഫിലുള്ള വേരിയേഷനും വേരിയേഷൻ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതും അതുപോലെ തന്നെ ഫ്ലക്സിലുള്ള വേരിയേഷൻസ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതും. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എന്താണ്, സ്പീഡ് കൺട്രോൾ ചെയ്യാനായിട്ട് ക്ലിയർ ആയിട്ട് പറ്റും. അപ്പോൾ എങ്ങനെയാണ് സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത് ഓരോന്നിൻ്റെയും നോക്കുക. പിന്നെ ഡിഫറെൻറ്റ് സ്പീഡുള്ള ഡി സി മോട്ടോഴ്സ് നമുക്ക് ആവശ്യമുണ്ട്. അതായത് എപ്പോഴും ഒരേ കോൺസ്റ്റൻറ്റ് സ്പീഡിൽ വർക്ക് ചെയ്യാണ്ട് സ്പീഡ് വേരിയേഷൻ ചെയ്താലും നമുക്ക് റിക്വയർഡ് സ്പീഡ് സെറ്റ് ചെയ്തിട്ട് അതിൽ വർക്ക് ചെയ്യേണ്ട മോട്ടോഴ്സിനെ പറ്റിയിട്ടുള്ള ഡി സി മോട്ടോഴ്സ് ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പീഡ് കൺട്രോൾ ടെക്നിക്സ് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണെങ്കിൽ ഒരു ടൈപ്പ് മോട്ടോറിന് തന്നെ ഡിഫറെൻറ്റ് സ്പീഡിൽ നമുക്ക് ജനറേറ്റ് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യിക്കാനായിട്ടും അതുപോലെ തന്നെ അതിനുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ടും പറ്റും. അപ്പോൾ ഇക്വേഷൻ നോക്കുക, ബാക്ക് ഇ എം എഫിനെയും ഫ്ലക്സിനെയും മാത്രമാണ് എപ്പോഴും എന്ത് ചെയ്യുന്നത്, ഡി സി മോട്ടറിൻ്റെ സ്പീഡ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ആ റിലേഷൻസ് എങ്ങനെയാണ്, ബാക്ക് ഇ എം എഫിനെ നോക്കിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ടുള്ള റിലേഷനാണ്, പക്ഷേ ഫ്ലക്സ് ആണെങ്കിലോ ഒരു ഇൻവേഴ്സ് ആയിട്ടുള്ള റിലേഷനാണ് കാണിക്കുന്നത്. അതായത് എൻ പ്രൊപ്പോർഷണൽ ടു 1/5 എൻ പ്രൊപ്പോർഷണൽ ടു ഇ ബി ആണ് എന്നാണ് പറഞ്ഞത്. ഇനി അടുത്തത് ബാക്ക് ഇ എം എഫ് ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, സ്പീഡ് ഈസ് വേരിയഡ് വിത്ത് അപ്പോൾ നമ്മൾ സ്പീഡ് വേരി ചെയ്യാൻ ഈ രണ്ട് പാരാമീറ്റേഴ്സാണ് നമുക്ക് നോക്കേണ്ടത്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബാക്ക് ഇ എം എഫിൽ വരുന്ന ചേഞ്ച് ബാക്ക് ഇ എം എഫ് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പീഡ് കുറയും, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെന്താണ് ഫ്ലക്സ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും സ്പീഡ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ സ്പീഡ് ഇൻക്രീസ് ചെയ്യാനുള്ള രണ്ട് മെത്തേഡ്സാണ്, ബാക്ക് ഇ എം എഫ് ഇൻക്രീസ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്ലക്സിൻ്റെ വാല്യൂ കുറയ്ക്കുക. അപ്പോൾ അങ്ങനത്തെ പോംവഴികൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ സ്പീഡ് കൺട്രോൾ ഡയറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഇനി അതിൻ്റെ മെത്തേഡുകളാണ്. ഷണ്ട് റെസിസ്റ്റൻസിൽ എങ്ങനെയാണ് ഷണ്ട് റെസിസ്റ്റൻസിൽ നിന്ന് ഷണ്ട് മോട്ടോറിൽ എങ്ങനെയാണ്, അതുപോലെ തന്നെ കോമ്പൗണ്ട് മോട്ടോറിൽ എങ്ങനെയാണ് ഈ ഒരു മെത്തേഡ് നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കാം. അതിൽ ആദ്യത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആർമേച്ചർ കൺട്രോൾ മെത്തേഡാണ്. അപ്പോൾ ആർമേച്ചർ കൺട്രോൾ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് ബാക്ക് ഇ എം എഫിനെ ശരിക്കും കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു സ്പീഡും ആർമേച്ചറിൻ്റെ ബാക്ക് ഇ എം എഫും തമ്മിൽ റിലേറ്റഡ് ആണ്. അതായത് സ്പീഡും ബാക്ക് ഇ എം എഫും തമ്മിൽ ഡയറക്റ്റായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ എന്താണ്, ബാക്ക് ഇ എം എഫ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പീഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ബാക്ക് ഇ എം എഫിൻ്റെ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുന്നത് എന്താ, വി മൈനസ് IA RA എന്നാണ്. അപ്പോൾ അതായത് ബാക്ക് ഇ എം എഫ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആർമേച്ചർ കറണ്ട്, ആർമേച്ചർ റെസിസ്റ്റൻസ്, സപ്ലൈ വോൾട്ടേജിനൊക്കെയാണ്. അപ്പോൾ നമുക്ക് ആർമേച്ചറിൽ വരുന്ന മാറ്റങ്ങൾ, ആർമേച്ചർ കറണ്ട് മാറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബാക്ക് ഇ എം എഫിൽ വരുന്ന മാറ്റം ആകെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആർമേച്ചർ കറണ്ടിനെയും ആർമേച്ചർ റെസിസ്റ്റൻസിനെയാണ്. ആർമേച്ചർ റെസിസ്റ്റൻസ് നമുക്ക് മാറ്റാൻ പറ്റില്ല, കാരണം അതൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് അവിടെ നിൽക്കേണ്ടതാണ്. അപ്പോൾ അത് മാറ്റാണ്ട് നമ്മൾ എന്ത് ചെയ്യുക, കറണ്ടിൽ വരുന്ന മാറ്റം എപ്പോഴും ചെയ്യുക. അപ്പോൾ കറണ്ട് മാറ്റാനായിട്ട് തന്നെയാണ് ആർമേച്ചർ കറണ്ട് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് മാറും, ബാക്ക് ഇ എം എഫ് മാറും. അപ്പോൾ അവിടെ നമ്മൾക്കൊരു റെസിസ്റ്റീവ് കൺട്രോൾ, ആർമേച്ചർ കൺട്രോള് ഒരു റെസിസ്റ്റീവ് കൺട്രോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആർമേച്ചറിൽ ഒരു വേരിയബിൾ റെസിസ്റ്റൻസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആർമേച്ചറിലൂടെ ഒഴുകുന്ന കറണ്ടിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ആർമേച്ചറിൽ നിന്ന് പുറത്ത് വരുന്ന ഷാഫ്റ്റിൽ
ഓടുന്ന മെഷീനിൻ്റെ സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ ഇക്വേഷനാണ് എഴുതിയിട്ടുള്ളത്. N1 N2 എന്നുള്ള 2 ടൈപ്പ് സ്പീഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ റേഷ്യോ എങ്ങനെ വരിക? N1 = EB/K എന്നും N2 = EB1/K എന്നും EB2/K എന്നും വരും. അതായത് ബാക്ക് EMF അറ്റ് ഫസ്റ്റ് പോയിന്റ് അല്ലെങ്കിൽ ഇനീഷ്യൽ സ്പീഡ് അല്ലെങ്കിൽ ബാക്ക് EMF അറ്റ് സെക്കൻഡ് സ്പീഡ് അല്ലെങ്കിൽ ഫൈനൽ സ്പീഡ്, ഈ 2 റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ബാക്ക് EMFൽ നിന്ന് തന്നെ N2 എന്നുള്ളതിൻ്റെ റിലേഷൻ നമുക്ക് എന്ത് ചെയ്യാം? N2/N1 = EB2/EB1. അപ്പോൾ അതിൽ നിന്നൊരു റിലേഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഈ ഒരു സിമെട്രിക്കൽ ആയതുകൊണ്ട് മീൻസ് ബാക്ക് റെസിസ്റ്റൻസ് ഡയറക്റ്റ്ലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടുള്ള ഒരു റിലേഷനാണ് നമുക്ക് ഇത് എഴുതിയിട്ടുള്ളത്. ഇനി അടുത്തത് എങ്ങനെയാണ് ഈ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളത്. ഒരു വേരിയബിൾ റെസിസ്റ്റൻസ് ആർമേച്ചറിന് അക്രോസ് ആയിട്ട് വെക്കും. ആർമേച്ചറിൽ വരുന്ന കറണ്ടിനെ നമുക്ക് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ IA/RA എന്നുള്ള ഡ്രോപ്പിനെ നമുക്ക് കൺട്രോൾ ചെയ്യാം. IA കൂടുന്നതിനനുസരിച്ച് IA/RA ഇൻക്രീസ് ചെയ്യും, IA കുറയുന്നതിനനുസരിച്ച് IA/RA ഡിക്രീസ് ചെയ്യും. അപ്പോൾ IA/RA എന്നുള്ള ഫാക്ടർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് എഫക്റ്റിൽ ബാക്ക് EMF കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ബാക്ക് EMF കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മുടെ സ്പീഡ് കുറവായിട്ട് വരും. ഇനി നേരെ തിരിച്ചാണെങ്കിലോ, IA/RA എന്നുള്ളത് കുറയുകയാണെങ്കിലോ, IA/RA കുറയുന്ന സമയത്ത് ബാക്ക് EMFൻ്റെ വാല്യൂ കുറച്ച് അധികമായിട്ടാണ് വരിക. ബാക്ക് EMF അധികമാവുന്നുണ്ടെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? സ്പീഡ് അവിടെ അധികമാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു സ്പീഡ് കറണ്ട് തമ്മിലും അതുപോലെ തന്നെ വോൾട്ടേജ് തമ്മിലൊക്കെ ഒരു റിലേഷൻ അവിടെ വരുന്നുണ്ട് സ്പീഡ് കൺട്രോൾ ചെയ്യാനായിട്ട്. അപ്പോൾ ആർമേച്ചർ റെസിസ്റ്റൻസിലെ കറണ്ടാണ്, റെസിസ്റ്റൻസ് വേരിയബിൾ ചെയ്തിട്ട് ഒരു കറണ്ട് മാറ്റം വരുത്തിയിട്ടാണ് നമ്മളെപ്പോഴും സ്പീഡ് കൺട്രോൾ ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്നത്. പക്ഷേ ഇതിൽ കുറച്ച് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ആർമേച്ചർ റെസിസ്റ്റൻസ് ഇൻക്രീസ് ആവും നമ്മളവിടെ ഒരു വേരിയബിൾ സാധനം വെച്ച് കഴിഞ്ഞാൽ. അതേപോലെ തന്നെ അപ്പോൾ അതിൻ്റെ ഡ്രോപ്പുകളൊക്കെ നമ്മൾ അതിനനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ചെറിയ ബുദ്ധിമുട്ട്, പവർ ലോസ് കാരണങ്ങൾ, പിന്നെ അതുപോലെ ഇങ്ങനെ ഒരു വലിയ റെസിസ്റ്റൻസ് അവിടെ സെറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റെസിസ്റ്റൻസിൻ്റെ അളവ്, അതിൻ്റെ വാല്യൂ, അതിൻ്റെ കോസ്റ്റൊക്കെ ഇൻക്രീസ് ആവും. അപ്പോൾ ആ ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങളും ഇതിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് സ്പീഡ് വേരി ചെയ്യാൻ പറ്റുന്ന ലിമിറ്റേഷൻ എന്നുള്ളത് എന്താണ്? ലോഡ് വെച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യുക? സ്പീഡ് വേരി ചെയ്യുക. അത് മാത്രമല്ല ലോഡ് വെക്കുന്നുണ്ടെങ്കിൽ എന്താണ്? സ്പീഡ് ഓൾസോ വേരി വിത്ത് ലോഡ് വെച്ചിട്ട് നമുക്ക് സ്പീഡ് വേരി ചെയ്യാം. പക്ഷേ എന്തുണ്ട്? കുറച്ച് റിസ്ക്കി ആയിട്ടുള്ള ആർമേച്ചർ കൺട്രോളിൻ്റെ കേസിലാണെങ്കിൽ ഈ ലോഡ് വേരിയിങ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ വേരിയിങ് ലോഡിൻ്റെ ഇടയിലുള്ളത് കുറച്ച് റിസ്ക്കാണ്. സെയിം ലോഡ് തന്നെയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഒരു പ്രശ്നമില്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാം? സ്പീഡ് വേരി ചെയ്യാം. പക്ഷേ ഡിഫറെൻറ്റ് ലോഡ് മാറും, അതിനനുസരിച്ച് സ്പീഡ് മാറുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ കുറച്ച് റിസ്ക് ആയിട്ടുള്ള ഓപ്പറേഷനാണ് ഇതിന് വയ്ക്കുക. പിന്നെ സ്പീഡ് റെഗുലേഷൻസ് അതേപോലെ തന്നെ നോർമലി കൺട്രോൾഡ് ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു കൺട്രോൾ തന്നെയാണ് എന്തിൽ വരുന്നത്? ഈ ഒരു ഫസ്റ്റ് വരുന്ന ആർമേച്ചർ കൺട്രോളിൽ വരുന്നത്. ഇനി രണ്ടാമതായിട്ട് വരുന്നത് ഫീൽഡ് കൺട്രോളാണ്. ഇപ്പോൾ നമ്മൾ ഈ ചെയ്തിട്ടുള്ള അതേ സാധനം ഫീൽഡിലേക്കാണ് മാറ്റാൻ പോകുന്നത്. അതായത് സ്പീഡ് ഓഫ് ഈ കൺട്രോൾഡ് ബൈ വേരിയിങ് ദ ഫീൽഡ് ഫ്ലക്സിൽ മാറ്റം വരുത്തിയിട്ട് നമ്മൾ ഫീൽഡ് ഫ്ലക്സും സ്പീഡും തമ്മിലുള്ള റിലേഷൻ നമ്മൾ പറഞ്ഞത് എപ്പോഴും എന്താണ്? ഫീൽഡ് കറണ്ട് ക്യാരി ചെയ്യുന്നതിന് സ്പീഡ് ഡിക്രീസ് ചെയ്യുന്ന ഫീൽഡ് ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യുമ്പോഴാണ്. അതായത് ഫീൽഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്പീഡാണ്. അപ്പോൾ ആ റിലേഷൻ അനുസരിച്ചിട്ട് നമ്മൾ നേരത്തെ ഇക്വേഷനിൽ കണ്ട പോലെ തന്നെ എന്താണ്? വേരിയബിൾ റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് ഫീൽഡ് വൈൻഡിങ്ങിൻ്റെ കൂടെ വെക്കും. അപ്പോൾ ഫീൽഡ് വൈൻഡിങ്ങിലേക്ക് വരുന്ന കറണ്ട് കൺട്രോൾ ചെയ്യുമ്പോൾ ഫീൽഡ് ഫ്ലക്സിൻ്റെ വാല്യൂ മാറുന്നുണ്ട്. ഫീൽഡ് ഫ്ലക്സിൻ്റെ വാല്യൂ മാറിയാൽ ഫ്ലക്സ് കൂട്ടാനാണ് നമ്മൾ നോക്കി വെച്ചാൽ അവിടെ അപ്പോൾ സ്പീഡ് റെഡ്യൂസ് ചെയ്യും. ഫ്ലക്സ് കുറയ്ക്കാനാണ് നോക്കി വെച്ചാൽ സ്പീഡ് ഇൻക്രീസ് ചെയ്യും. ഈ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എപ്പോഴും എന്ത് ചെയ്യുക? ഈ ഒരു ഫീൽഡ് കൺട്രോൾ മെത്തേഡിൽ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഓപ്പറേഷൻ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത്, ഈ കൺട്രോൾ എന്ന് പറഞ്ഞാൽ കൺട്രോൾ എബവ് ദ നോർമൽ സ്പീഡ് ഈസ് പോസിബിൾ. നോർമൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ റേറ്റഡ് സ്പീഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഏതൊരു മോട്ടോറിനും ഒരു റേറ്റഡ് സ്പീഡ് ഉണ്ടായിരിക്കും, ഇത്ര RPM എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ RPMൻ്റെ മുകളിലും നമുക്ക് വേണമെങ്കിൽ സ്പീഡ് കൺട്രോൾ ചെയ്യാം. പക്ഷേ റേറ്റഡ് RPMൽ അല്ലെങ്കിൽ റേറ്റഡ് റൊട്ടേറ്റിംഗ് സ്പീഡിലൊക്കെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ മോട്ടറിന് കുറച്ചും കൂടി ഡിഫിക്കൽട്ടായിട്ടുള്ള ഓപ്പറേഷൻസ് ആണ് വരുന്നത്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് വേണം എന്ത് ചെയ്യുക? നമുക്ക് കൺട്രോളിങ് പോസിബിൾ ആണ് എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഫീൽഡ് കൺട്രോൾ എഫക്റ്റ് ചെയ്യുന്ന ടോർക്കിനെ നമുക്ക് വേണമെങ്കിൽ എഫക്റ്റ് ചെയ്യും. കാരണം എന്താ? ലോ ഫീൽഡ് വൈൻഡിങ്സ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ലോ ടോർക്കായിരിക്കും കിട്ടുക. അപ്പോൾ ഫീൽഡ് വൈൻഡിങ് നമുക്ക് സ്പീഡ് കൂട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ഫീൽഡ് വൈൻഡിങ്ങിൽ വരുന്ന ഫ്ലക്സ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോർക്ക് കുറവായിട്ടായിരിക്കും കിട്ടുന്നത്.
ആ ഒരു റീസണും അവിടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ടോർക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഈ ഒരു മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. സ്പീഡ് മാത്രമാണ് നമുക്ക് ആവശ്യം വെച്ചാൽ ഈ ഒരു കേസ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നോർമൽ സ്പീഡിൻ്റെ മുകളിലായിട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു സെറ്റപ്പാണ് കൺട്രോളാണ് ഫീൽഡ് കൺട്രോൾ മെത്തേഡ് എന്നുള്ളത്. പിന്നെ ഹൈ സ്പീഡ് ഓപ്പറേഷൻ മേ കോസ് പ്രോബ്ലംസ്. സ്മൂത്ത് റണ്ണിങ് ഓഫ് ഡി സി മോട്ടർ സ്മൂത്തായിട്ട് റൺ ചെയ്യുന്നതിന് ചിലപ്പോൾ റേറ്റഡ് കൂടിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. ഇനി അടുത്ത് സ്പീഡ് കൺട്രോൾ ഇൻ ദി സീരീസ് മോട്ടറിൽ എങ്ങനെയാണ് സ്പീഡ് കൺട്രോൾ വരുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ചത് ഷണ്ട് മോട്ടോറിലും കോമ്പൗണ്ട് മോട്ടറിലും വരുന്നതാണ്. അതിൽ രണ്ട് ടൈപ്പാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ട് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ആർമേച്ചർ കൺട്രോളും ഫീൽഡ് കൺട്രോളും. ഇപ്പോൾ നമ്മൾ പറയുന്നത് DC സീരീസ് മോട്ടറിലാണ്. സീരീസ് മോട്ടറിൽ ഫസ്റ്റ് പറഞ്ഞത് ഫീൽഡ് ഡൈവേർട്ടർ മെത്തേഡാണ്. ഫീൽഡ് ഡൈവേർട്ടർ എന്ന് പറഞ്ഞാൽ സാധാരണ സീരീസ് ആയിട്ടുള്ള ഫീൽഡാണ്. പക്ഷേ നമ്മൾ ഇതിൻ്റെ കൂടെ ഈ ഫീൽഡിൻ്റെ കൂടെ ഒരു ചെറിയൊരു രണ്ട് വേരിയബിൾ റെസിസ്റ്ററിൻ്റെ ഒരു സെക്ഷൻ കൂടി വെക്കും. വേരിയബിൾ റെസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എന്താണ് ഒരു ഫിക്സഡ് റെസിസ്റ്റൻസ് അതിലുണ്ടാവും, പിന്നെ ഒരു വേരിയബിൾ റെസിസ്റ്റൻസും അതിലുണ്ടാവും. അപ്പോൾ ഈ കാരണം കൊണ്ട് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ കൂടെ ഒരു സ്വിച്ച് ടേണിങ് ഓൺ സെറ്റപ്പ് ഉണ്ടായി. കൺട്രോൾ ചെയ്യുന്ന സമയത്ത് മാത്രം ഓൺ ചെയ്യുക ഓഫ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇവിടെ ഒരു ഫിക്സഡ് റെസിസ്റ്റൻസും ഒരു വേരിയബിൾ റെസിസ്റ്റൻസും ഉണ്ടായിരിക്കും. മിനിമം സ്പീഡ് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്താണ് സ്വിച്ച് ഓപ്പൺ ചെയ്യുന്നത്. അതായത് നോർമലായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് മിനിമം സ്പീഡ് കിട്ടുക. പക്ഷേ എന്താണ് പിന്നെ നമ്മൾ ഫീൽഡിൽ മാറ്റം വരുന്നതിനനുസരിച്ച് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നമ്മൾ ഇൻക്രീസ് ചെയ്യുക. സ്വിച്ച് ക്ലോസ് ചെയ്തിട്ട് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സീരീസ് ഫീൽഡായിട്ട് കണക്റ്റ് ആയിരിക്കുന്ന ഏതായിരിക്കും ഈ RF എന്നുള്ള ഹാൻഡിലായിരിക്കും. അതിൻ്റെ കൂടെ ഒരു ചെറിയ കറണ്ട് വരുന്ന രീതിയിലായിരിക്കും D1 D2 കൂടി വരിക. അപ്പോൾ നമ്മൾ ഇവിടെ കൊടുക്കുന്ന മാറ്റം D1 D2 വരുന്ന ഫ്ലക്സിലും മാറ്റം വരും. കാരണം കറണ്ട് മാറുന്നുണ്ട്, രണ്ട് ബ്രാഞ്ചിലൂടെയും പോകുന്നത്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ നമുക്ക് എന്താണ് സ്പീഡ് കൺട്രോൾ ചെയ്യാനായിട്ട് ഈ ഒരു മെത്തേഡിൽ പറ്റും. കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഇലക്ട്രിക് ട്രെയിൻസ് അതുപോലെ തന്നെ ട്രാക്ഷൻ ഡിവൈസസിലാണ്. പിന്നെ സ്പീഡ് നോർമൽ നമ്മൾ റേറ്റഡ് സ്പീഡിന് മുകളിൽ മാത്രമാണ് ഇത് എപ്പോഴും പോസിബിളായിട്ട് വരുന്നത്. പിന്നെ അതേപോലെ പവർ ലോസ് ഈസ് കൺസിഡറബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഭയങ്കരമായിട്ടുള്ള, അതായത് നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത അത്ര രീതിയിൽ അല്ലെങ്കിൽ കുറച്ച് ഹൈ എമൗണ്ട് തന്നെ പവർ ലോസ് ഉണ്ട്. കാരണം ഈ റെസിസ്റ്റൻസ് ഒക്കെ വെക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ പവർ ലോസിൻ്റെ ഫാക്ടർ എപ്പോഴും ഇൻഫ്ലുവൻസ് ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്നത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പവർ ലോസ് കൺസിഡറബിൾ ആയിട്ടുണ്ടാവും. പിന്നെ മിനിമം സ്പീഡ് ഒബ്റ്റെയിൻ ചെയ്യുന്നത് എപ്പോഴാണ് ഇൻപുട്ട് കറണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്വിച്ച് ഓപ്പൺ ആയിരിക്കുന്ന സമയത്തായിരിക്കും എപ്പോഴും എന്തുണ്ടാവുക മിനിമം സ്പീഡ് അല്ലെങ്കിൽ മിനിമം സ്പീഡ് അതിനുണ്ടായിരിക്കും. ഇനി RFൻ്റെയും RVൻ്റെയും വാല്യൂ എന്നുള്ളത് RV വേരിയബിൾ ആയിരിക്കും, RF എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു തന്നെയാണ്, റെസിസ്റ്റൻസ് വാല്യൂ തന്നെയാണ്. അപ്പോൾ അത് വേരിയബിൾ അല്ല, RV എന്നുള്ളത് മാത്രമാണ് വേരിയബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ RVനെയാണ് ഡിവൈഡർ സെറ്റ് എന്ന് വിളിക്കുന്നത്, അതും കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ ഇനി ഫീൽഡ് ടാപ്പിംഗ് മെത്തേഡാണ്. D1 D2 എന്നുള്ള ഫീൽഡിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഫീൽഡ് തന്നെ ഒരു വേരിയബിൾ റെസിസ്റ്റർ അല്ലെങ്കിൽ ഒരു ടാപ്പിംഗ് സിസ്റ്റമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനത്തെ സിസ്റ്റം നമ്മൾ ഉപയോഗിക്കുന്നത് മിക്സർ ഗ്രൈൻഡേഴ്സ്, ഫാന് അങ്ങനെയുള്ള ചെറിയ ചെറിയ മോട്ടോഴ്സിൻ്റെ റൊട്ടേഷനിൽ സ്പീഡ് കൺട്രോൾ ചെയ്യാനാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇതിൽ ചെയ്യുന്നത് ഇത്ര മാത്രമാണ്, ഫീൽഡ് വൈൻഡിങ് ഓരോ ടാപ്പിലേക്കായിട്ട് മാറ്റും. അപ്പോൾ ഓരോ ടാപ്പിൽ മാറ്റുന്ന സമയത്ത് ഓരോ ടാപ്പ് എന്ന് ഉദ്ദേശിക്കുന്ന ഓരോ സെക്ഷനാണ് കേട്ടോ. അപ്പോൾ ഓരോ സെക്ഷനിൽ മാറ്റുന്നതിനനുസരിച്ച് ഫീൽഡിൻ്റെ മാറ്റങ്ങൾ വരും. അപ്പോൾ ഫീൽഡ് മാറ്റങ്ങൾ വരുമ്പോൾ അതിൻ്റെ സ്പീഡും അതിനനുസരിച്ച് കൺട്രോൾ ആവും. കാരണം ഫ്ലക്സ് കുറയുന്നതിനനുസരിച്ച് സ്പീഡ് കൂടും, ഫ്ലക്സ് കൂടുന്നതിനനുസരിച്ച് സ്പീഡ് കുറയുന്നുള്ള ആ ഒരു റിലേഷൻ അവിടെ വർക്കാവും. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൻ്റെ സമയത്ത് എന്താ വൈൻഡിങ് എപ്പോഴും ലാർജ് ടാപ്പിങ്ങിലായിരിക്കും ഇട്ടുണ്ടാവുക. അപ്പോൾ എന്തിനാണ് വയ്ക്കുന്നത്, ദ സ്പീഡ് ഈസ് കൺട്രോൾഡ് ബൈ സെറ്റിംഗ് ദ റിക്വയർഡ് സ്പീഡ് അറ്റ് ടാപ്പിങ്ങിൽ റിക്വയർഡ് സ്പീഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ സ്മോൾ മോട്ടേഴ്സ് ആയിട്ടുള്ള മിക്സി ഫാനിലൊക്കെയാണ് ഇത് ഉപയോഗിക്കുക. പിന്നെ ഇതിൽ പറയുന്നത് ലോവർ ടാപ്പ് സ്റ്റാർട്ടിങ് മേ കോസ് ഹൈ റേസ് സ്പീഡ് ആൻഡ് മോട്ടർ വിൽ ബി അൺഡിസൈഡ്.
അതായത് ഇപ്പം നമ്മൾ ചെറിയ ഇതിലിട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ ഹയർ കറണ്ട് ഒഴുകും. ആ ഒരു കറണ്ട് ഒഴുകുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള ഫ്ലക്സ് ഒക്കെ ഫോം ചെയ്തിട്ട് ഒരു അൺഡിസൈറബിൾ ആയി മാറും ഈ ഒരു മെഷീൻ്റെ ഓപ്പറേഷൻ. അൺഡിസൈറബിൾ എന്ന് പറഞ്ഞാൽ നല്ല പോലെ അല്ലാതെ ഒരു വൃത്തികെട്ട രീതിയിലുള്ള റണ്ണിങ് ആയിരിക്കും വരും. അപ്പോൾ അതാണ് ഫീൽഡ് ടാപ്പിംഗ്. ഇനി അടുത്തത് വരുന്നത് പാരലൽ സീരീസ് മെത്തേഡാണ്. പാരലൽ സീരീസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ സീരീസ് മോട്ടോർ ഈസ് കണക്റ്റഡ് വിത്ത് 2 halves ഓഫ് ദ ഫീൽഡ് വൈൻഡിങ്. ഫീൽഡ് വൈൻഡിങ്ങിനെ 2 പകുതിയാക്കി മാറ്റും. പകുതിയാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ ഒരു ഫീൽഡ് ഉണ്ടായിരുന്നതിനെ 2 സെപ്പറേറ്റ് ഫീൽഡാക്കും. അപ്പോൾ ഇതിൽ വരുന്ന പ്രത്യേകത എന്താ? കറണ്ട് അപ്പോൾ എന്തായി? അതിൽ രണ്ടിലും കറണ്ട് പകുതിയായി മാറി. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ കറണ്ട് പകുതിയാകുമ്പോൾ ഫ്ലക്സിൻ്റെ അളവ്, അവിടെ കിട്ടുന്ന ഫ്ലക്സിൻ്റെ അളവ് കുറയും. അതായത് ദൂരത്തേക്ക് മീൻസ് ഫ്ലക്സ് വാല്യൂ കുറവുള്ളതായിരിക്കും വരുന്നത്. അപ്പോൾ ഫ്ലക്സിൻ്റെ വാല്യൂ കുറവായിരിക്കുന്ന സമയത്ത് സ്പീഡ് ഇൻക്രീസ് ചെയ്യിക്കാനായിട്ട് ഇതൊരു പോസിബിലിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾ മെത്തേഡാണ്. 2 സെറ്റ് സ്പീഡ് ആവശ്യമുള്ള സമയത്ത് മാത്രമാണ് ഇങ്ങനെ ഉപയോഗിക്കുക. അതായത് ചിലപ്പോൾ നമുക്ക് ചില ഡിവൈസുകളൊക്കെ വർക്ക് ചെയ്യേണ്ട ഒന്നെങ്കിൽ ഈ സ്പീഡ് അല്ലെങ്കിൽ ഈ സ്പീഡ് 2 സെറ്റ് മാത്രം. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസിലാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു പാരലൽ സീരീസ് മെത്തേഡ് എന്നുള്ളത് ചെയ്യുക. ഇനി വോൾട്ടേജ് കൺട്രോൾ, സപ്ലൈ വോൾട്ടേജ് കൺട്രോൾ ചെയ്തിട്ടുള്ള രീതിയിൽ, സപ്ലൈ വോൾട്ടേജ് കൺട്രോൾ ചെയ്യുന്നതിൽ തന്നെ നോക്കിയാൽ മനസ്സിലാവും എന്താണ് അതിന് ഫിഗർ ഇതാണ് കാണിക്കുന്നത്. സപ്ലൈ വോൾട്ടേജ് കൺട്രോളിൻ്റെ ഫിഗർ, വോൾട്ടേജ് കൺട്രോൾ സർക്യൂട്ടിൽ ഇതാണ് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് ഇവിടെ വരുന്നത്. അതായത് ഫീൽഡിലേക്ക് വരുന്നത് തന്നെ എന്ത് ചെയ്യുക? കൺട്രോൾ ചെയ്യുക. ആദ്യമേ തന്നെ വോൾട്ടേജ് ഡിവൈഡർ ഫിക്സ് ചെയ്യുക നമ്മൾ കൊടുക്കുന്ന സപ്ലൈയിൽ. അപ്പോൾ എന്ത് സംഭവിക്കും? ആദ്യമേ തന്നെ കറണ്ട് മാറുന്നതൊക്കെ ഓട്ടോമാറ്റിക്കലായിട്ട് വരും. അപ്പോൾ ഫീൽഡിന് മൊത്തമായിട്ടാണ് നമ്മൾ ഈ സപ്ലൈ കൊടുക്കുന്നത്. ഫീൽഡിനും അതുപോലെ തന്നെ ആർമേച്ചറിനും കൂടിയിട്ടാണ് ഈ ഒരു വോൾട്ടേജ് ഡിവൈഡർ സെറ്റപ്പ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ വോൾട്ടേജ് കുറച്ചാണ് കൊടുക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച് സ്പീഡ് കുറവായിരിക്കും. വോൾട്ടേജ് കൂടുതലാണെങ്കിൽ സ്പീഡ് കൂടുതലായിരിക്കും. കാരണം വോൾട്ടേജ് V-IA ആണ്. വി കുറയുന്ന സമയത്ത് അതിൽ നിന്ന് IA കൂടി കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയ ബാക്ക് EMF ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള സ്പീഡേ ഉണ്ടാവുള്ളൂ. പക്ഷേ വി കൂടുതലാണ് കൊടുക്കുന്നത് വെച്ചാൽ ബാക്ക് EMF കൂടുതലായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള സ്പീഡ് ഉണ്ടാവും. ആ ഒരു മെത്തേഡാണ് വോൾട്ടേജ് കൺട്രോൾ സർക്യൂട്ടിലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള ഹീറ്റ് ലോസ് ഇതിലുണ്ടാവും. കാരണം വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ഒരു റിയോസ്റ്റാറ്റ് കൺട്രോൾ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഉപയോഗിച്ചുള്ള കൺട്രോൾ ആയിരിക്കും ഉപയോഗിക്കുന്നത്. പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ചുള്ള കൺട്രോൾ ആണെന്നുണ്ടെങ്കിലും അപ്പോൾ ആ സാധനത്തിൻ്റെ ഹീറ്റ് ലോസ് അവിടെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ് ഈ വർക്ക് ചെയ്യുന്നത്, നമ്മൾക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും പക്ഷേ അതിൽ കൂടുതലായിട്ട് ഹീറ്റ് ലോസുകൾ സംഭവിക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ മെത്തേഡ് അത്ര സ്യൂട്ടബിൾ ആയിട്ടുള്ളതല്ല. ചില സിറ്റുവേഷൻസിൽ മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ തന്നെ എന്താണ് SCR ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. SCR എന്ന് പറഞ്ഞാൽ സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ, പവർ ഇലക്ട്രോണിക് ഡിവൈസുകളാണ്. അപ്പോൾ അങ്ങനെ പവർ ഇലക്ട്രോണിക് ഡിവൈസുകൾ ഉപയോഗിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ഹീറ്റ് ലോസ് ഇല്ലാതെ തന്നെ, കുറേ ഹീറ്റ് ലോസ് ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ കൺട്രോളിങ് ചെയ്യാനായിട്ട് പറ്റും. വോൾട്ടേജിൻ്റെ കേസിൽ വോൾട്ടേജ് കൺട്രോൾ മെത്തേഡിൽ, സപ്ലൈ വോൾട്ടേജ് കൺട്രോൾ മെത്തേഡിൽ അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. ഇനി ആർമേച്ചർ ഡിവൈഡർ മെത്തേഡ്. ആർമേച്ചർ ഡിവൈഡർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡൈവേർട്ടർ മെത്തേഡ്. ആർമേച്ചറിന് പാരലായിട്ട് വേറെ ഒരു ഡൈവേർട്ടർ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യാണ്. അപ്പോൾ ആർമേച്ചറിലേക്ക് പോകേണ്ട കറണ്ടിൻ്റെ വാല്യൂവിനെ അവിടെ എന്ത് ചെയ്യാണ്? നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. റെസിസ്റ്റൻസിൻ്റെ അളവ് മാറ്റുന്നതിനനുസരിച്ച്, റെസിസ്റ്റൻസ് അല്ല ഡൈവേർട്ടറിൻ്റെ അളവ് മാറ്റുന്നതിനനുസരിച്ച് IA എന്നുള്ള കറണ്ടും ആ ഡൈവേർട്ടറിലേക്കുള്ള കറണ്ടും തമ്മിലുള്ളൊരു ചെറിയ വ്യത്യാസം വരും. അപ്പോൾ ആ ഒരു ചേഞ്ച് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മൾ ഫീൽഡ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ വേരിയബിൾ റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഡൈവേർട്ടറാണ് ആർമേച്ചറിന് പാരലായിട്ട് കണക്ട് ചെയ്തിട്ട് ഈ ഒരു മെത്തേഡ് ചൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കോൺസ്റ്റൻറ്റ് ലോഡ് ടോർക്കിലാണെന്നുണ്ടെങ്കിൽ ആർമേച്ചർ കറണ്ട് എന്ത് ചെയ്യും? കുറഞ്ഞിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ആർമേച്ചർ ഡൈവേർട്ടറും കുറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇത് ലൈൻ കറണ്ട് അപ്പം എന്ത് ചെയ്യും? ലൈൻ കറണ്ട് കൂടുതലായിരിക്കുന്ന സമയത്ത് ഇതെന്താണ് ടോർക്ക് റിക്വയർമെൻറ്റ് എപ്പോഴും ഹാപ്പിലി പോസിബിളാണ്. ടോർക്ക് റിക്വയർമെൻറ്റിൽ മാറ്റം വരുന്നില്ല, പക്ഷേ സ്പീഡ് മാത്രമാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കേസ് ആയതുകൊണ്ട് ഇത് കുറച്ചും കൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള, കുറച്ചും കൂടി ആധുനികമായിട്ടുള്ള ടെക്നോളജിയാണ് പറയുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് ഹീറ്റ് ലോസ് കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. ടോർക്കിൽ മാറ്റമൊന്നും വരുന്നില്ല, പക്ഷേ സ്പീഡ് നമ്മൾക്ക് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാനും പറ്റുന്നുണ്ട്. ആ ഒരു സെറ്റപ്പാണ് ആർമേച്ചർ ഡൈവേർട്ടർ കൺട്രോളിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ
ഇത് കോമ്പൗണ്ട് മോട്ടോഴ്സിൽ അതുപോലെ തന്നെ ഷണ്ട് മോട്ടറിലൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഷണ്ട് മോട്ടറിൽ ഓൾറെഡി ഫീൽഡിലൊപ്പം മാറ്റം വരും നമ്മൾ ഈ ഒരു സെറ്റപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. കോമ്പൗണ്ട് ആണെങ്കിൽ അങ്ങനെ തന്നെ, കാരണം അതിൽ 2 ഫീൽഡ് ഉണ്ടല്ലോ. അപ്പോൾ അതിനാക്കുമ്പോഴും അങ്ങനത്തെ ഒരു വേരിയേഷൻ വരുന്നതായിരിക്കും. പിന്നെ ഫീൽഡ് കറണ്ടിലുള്ള ഇൻക്രീസ് എപ്പോഴും സ്പീഡ് കുറയ്ക്കാനേ നോക്കുള്ളൂ. അപ്പോൾ ആ കാരണം കൊണ്ട് നമ്മൾ ആർമേച്ചർ ഫീൽഡ് കറണ്ട് മാറ്റി കഴിഞ്ഞാൽ ഇവിടെ ആർമേച്ചർ കറണ്ടും മാറും. അപ്പോൾ അതും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പാരലൽ കണക്ഷൻ ചെയ്തിട്ട് പാരലൽ ഡൈവേർട്ടർ സെറ്റ് ചെയ്തിട്ട് നമ്മൾ കണക്ട് ചെയ്ത് നോക്കുന്നത്. ഇനി അടുത്തതാണ് വാർഡ് ലിയോണാർഡ് സിസ്റ്റം ഓഫ് സ്പീഡ് കണക്ട്. ഇത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അതായത് നമ്മളൊരു 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ വെച്ചിട്ട് എന്ത് ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു ജനറേറ്റർ വെച്ചിട്ട് ഇതിൻ്റെ മോട്ടോറിൻ്റെ സംഗതികളെ DC മെഷീൻസിൻ്റെ ആർമേച്ചറിന് ഇതിനൊക്കെ കൺട്രോൾ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കൂടുതലായിട്ട് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. ആദ്യം തൊട്ട് തന്നെ നമുക്ക് പറഞ്ഞു പോകാം. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 0 to റേറ്റഡ് സ്പീഡ് അല്ലെങ്കിൽ നോർമൽ സ്പീഡ് വരെയുള്ള സ്പീഡുകൾ നമുക്ക് ഈസി ആയിട്ടും സ്മൂത്ത് ആയിട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്കൊരു അഡ്ജസ്റ്റബിൾ വോൾട്ടേജ് സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു DC ജനറേറ്റർ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറുമായിട്ട് കപ്പിൾ ചെയ്തിട്ടുണ്ട്. അതായത് DC ജനറേറ്റർ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെക്കാനിക്കൽ മോഷൻ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മോട്ടർ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ മോട്ടർ റൺ ചെയ്യുന്നതുകൊണ്ട് DC ജനറേറ്റർ റൺ ചെയ്യും. അപ്പോൾ DC ജനറേറ്ററിന് എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് സിസ്റ്റം അവിടെ ഡെവലപ്പ് ആയിട്ട് വരും. അപ്പോൾ ആ വോൾട്ടേജ് സിസ്റ്റത്തിൻ്റെ വേണമെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാം. അതായത് സപ്ലൈ വോൾട്ടേജിൽ മാറ്റം വരുത്തുന്നതിൻ്റെ രീതിയിൽ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയാണിത്. അപ്പോൾ സപ്ലൈ വോൾട്ടേജ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്, ജനറേറ്ററിലുള്ള മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ സപ്ലൈ വോൾട്ടേജ് മാറും. അതുപോലെ തന്നെ ജനറേറ്ററിലുള്ള വോൾട്ടേജും ജനറേറ്ററിൽ ഡെവലപ്പ് ആവുന്ന വോൾട്ടേജും 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോളും അതിൽ വരുന്ന സ്പീഡ് മാറ്റങ്ങൾ കൊണ്ടും ഇവിടെ വരുന്ന വോൾട്ടേജ് ഡെവലപ്മെൻറ്റ് മാറും. അപ്പോൾ ആ കാരണം കൊണ്ടൊക്കെയാണ് എന്താണ് ഇവിടെ ജനറേറ്റഡ് വോൾട്ടേജ് നേരെ ഡയറക്റ്റായിട്ട് ആർമേച്ചറിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുക. ജനറേറ്ററിനുള്ള ഫീൽഡും അതുപോലെ തന്നെ DC മോട്ടോറിനുള്ള ഫീൽഡും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഫിക്സ് ചെയ്യും. അപ്പോൾ അങ്ങനെ അത് സെപ്പറേറ്റ് DC ലൈൻ തന്നെ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ജനറേറ്ററിന് വരുന്ന കറണ്ട് ഡയറക്റ്റായിട്ട് മോട്ടറിൽ എടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ ചെയ്യാനുള്ളത്. ഇതിലെന്താ ചെയ്യുക, അപ്പോൾ ഇവിടെ ആ ഒരു സെറ്റപ്പ് ചെയ്ത് വെച്ചാൽ DC ജനറേറ്ററിൻ്റെ ഫീൽഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് എന്താണ്, ഫീൽഡ് റിയോസ്റ്റാറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ ഫീൽഡ് റിയോസ്റ്റാറ്റ് വെച്ചിട്ട് DC ജനറേറ്ററിൻ്റെ ഫീൽഡ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ DC ജനറേറ്ററിൻ്റെ സ്പീഡ് നമുക്ക് മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് മാറ്റാൻ പറ്റും, വോൾട്ടേജ് ഔട്ട്പുട്ട്. അപ്പോൾ ആ വോൾട്ടേജ് ഔട്ട്പുട്ട് മാറ്റി കഴിഞ്ഞാൽ എന്ത് പറ്റും, ഇവിടെ കൊടുക്കുന്ന DC ആർമേച്ചറിന് കൊടുക്കുന്ന ഇൻപുട്ട് മാറും. അപ്പോൾ അങ്ങനത്തെ ഒരു കൺട്രോളിങ് ആയിട്ട് വരുന്ന വോൾട്ടേജ് ഇൻപുട്ട് മാറിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജ് മാറിക്കഴിഞ്ഞാൽ എന്താണ് കൂടുതലായിട്ടുള്ള കൺട്രോളിങ് വേരിയൻ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് മറ്റിടത്തും വേരിയൻ ചെയ്യാം, സ്പീഡും വേരിയൻ ചെയ്യാം എന്നുള്ള രീതിയിൽ വരും. ഫീൽഡ് ഓഫ് ദ DC generator is controlled through field rheostat and changeover switch to vary the generated voltage and to change the polarity respectively. അപ്പോൾ ഇതിൽ നമുക്ക് 2 കാര്യങ്ങൾ മാറ്റാമെന്നാണ് പറഞ്ഞുള്ളത്. DC ജനറേറ്ററിൻ്റെ സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഔട്ട്പുട്ട് വരുന്ന വോൾട്ടേജ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഔട്ട്പുട്ട് വരുന്ന വോൾട്ടേജിൽ നമുക്ക് ചേഞ്ച് ഓവർ സ്വിച്ചുകളും അതുപോലെ തന്നെ റിയോസ്റ്റാറ്റൊക്കെ ഉപയോഗിച്ചിട്ടായി ചെയ്യാൻ പറ്റും. അത് ചെയ്തതിന് ശേഷം എന്താ വരിക, അപ്പോൾ ഇങ്ങനെ ആവുന്ന സമയത്ത് കൺട്രോൾഡ് സപ്ലൈ ആണ് നമ്മൾ ആർമേച്ചറിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആർമേച്ചറിലേക്ക് കൊടുക്കുന്ന കൺട്രോൾഡ് സപ്ലൈ ആണെങ്കിൽ ആർമേച്ചറിൽ നിന്ന് നമുക്ക് പുറത്ത് വരുന്ന കൺട്രോൾഡ് സ്പീഡായിരിക്കും. ആ ഒരു മെത്തേഡാണ് ഇവിടെ ചെയ്യുന്നത്. ദിസ് എനേബിൾസ് ദ സപ്ലൈ ടു ബി കൺട്രോൾഡ് DC മോട്ടർ ടു വേരി വൈഡ് റേഞ്ച് ആൻഡ് ഓൾസോ മേക്സ് ഇറ്റ് പോസിബിൾ ടു റിവേഴ്സ് ദ സപ്ലൈ പൊളാരിറ്റി. നമുക്ക് ആവശ്യമുള്ള സമയത്ത് വേണമെങ്കിൽ സപ്ലൈ പൊളാരിറ്റി മാറ്റും ചെയ്യാം. കാരണം DC ജനറേറ്റർ നമ്മളെ കയ്യിലിരിക്കുകയാണ് കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ അതിൽ വരുന്ന മാറ്റങ്ങൾ എന്തായാലും മോട്ടറിലേക്കുള്ള ഇൻപുട്ടിൽ മാറ്റങ്ങൾ വരുത്തും. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും, മോട്ടർ കറങ്ങും. ചിലപ്പോൾ റിവേഴ്സായിട്ട് കറക്കാം, അല്ലെങ്കിൽ ഇപ്പുറത്ത് ഒരേ രീതിയിലേക്ക് തന്നെ കറക്കാം. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ദ കൺട്രോൾഡ് DC മോട്ടർ സ്പീഡ് ക്യാൻ ബി ബ്രോട്ട് ഡൗൺ ടു 0 ബൈ റെഡ്യൂസിങ് ദി സപ്ലൈ വോൾട്ടേജ് മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് 0യിലേക്ക് കൊണ്ടുവരാൻ പറ്റും. സപ്ലൈ ഓഫ് ദ ജനറേറ്ററിൻ്റെ 0യിലേക്ക് മീൻസ് ജനറേറ്ററിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ മോട്ടറിൻ്റെ 0 സ്പീഡിലേക്ക് നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റും. പിന്നെ ഇങ്ങനത്തെ സാധനങ്ങൾ എവിടെയാണ് ഉപയോഗിക്കുന്നത്,
സ്റ്റീൽ റോൾ മിൽസ്, പേപ്പർ ഡ്രൈവേഴ്സിൽ ഹോയിസ്റ്റ്, എലിവേറ്റേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് ഈ ഒരു സെറ്റപ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വേറൊരു ജനറേറ്റർ സെറ്റ്, മോട്ടോർ ജനറേറ്റർ സെറ്റ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാണ്, DC മോട്ടോറിനെ സ്പീഡ് കൺട്രോൾ ചെയ്യാണ്. എന്തിൻ്റെ മാറ്റം വരുത്തിയിട്ട്, വോൾട്ടേജ് സപ്ലൈ വോൾട്ടേജിൽ വരുന്ന മാറ്റം വെച്ചിട്ടാണ് ഈ ഒരു കൺട്രോൾ ചെയ്ത് വിടുന്നത്. പക്ഷേ ഇതിൽ റെസിസ്റ്റൻസ് കൺട്രോൾ അല്ലാത്ത രീതിയിൽ വരുന്നത്, അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു മെത്തേഡ് എന്നുള്ളത് കൂടുതലായിട്ട് ഒരുപാട് മെത്തേഡുകൾ കൂടുതലായിട്ട് പവർ ലോസ് സംഭവിക്കുന്നതാണ്. അപ്പോൾ പവർ ലോസ് സംഭവിക്കാത്തുള്ള രീതിയിൽ പവർ ഇലക്ട്രോണിക് ഡിവൈസുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള IGBT, SCR, അതുപോലെ തന്നെ FET ഇങ്ങനത്തെ സെമി കണ്ടക്ടർ ഡിവൈസുകൾ ഇപ്പോൾ അവൈലബിൾ ആയതുകൊണ്ട് ഈ ഡിവൈസുകളെ കൊണ്ടിട്ട് ഈസി ആയിട്ടുള്ള സ്പീഡ് കൺട്രോൾ വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പവർ ലോസ് നമുക്ക് വരുന്നില്ല, പക്ഷേ സ്പീഡ് കൺട്രോളിൻ്റെ ഈസി ആവും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഉപയോഗിക്കുന്ന ഇങ്ങനത്തെ സിസ്റ്റമാണ്. പിന്നെ ഈ ലിയനാർഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സപ്ലൈ വോൾട്ടേജ് കൺട്രോൾ മെത്തേഡില്ലേ, അതിൻ്റെ ഒരു ചെറിയൊരു അഡ്വാൻസ്ഡ് വേർഷൻ തന്നെയാണ് ഇതെന്ന് പറഞ്ഞാൽ. പക്ഷേ അഡ്വാൻസ്ഡ് വേർഷൻ ആണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടി ഭാരിച്ചൊരു ഓപ്പറേഷനാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സെറ്റും ഒരു DC ജനറേറ്ററിൻ്റെ സെറ്റും അവിടെ കൊണ്ടുവന്ന് വെക്കണം. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടിയുള്ള ഈ സെറ്റ് കൊണ്ടുവന്ന് വെച്ചിട്ട് മാത്രമാണ് നമ്മൾ ഈ മോട്ടോറിൻ്റെ ആർമേച്ചർ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അതിലൊരു ചെറിയ പ്രശ്നം എപ്പോഴും ഉണ്ട്. കാരണം ഇവരെയും കൂടി വർക്ക് ചെയ്യിച്ചിട്ട് വേണം നമ്മൾ ഈ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ. അപ്പോൾ അത്രയും പവർ ലോസും മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത്രയും ആണ് ഇതിൻ്റെ ഫാക്ടേഴ്സ് പറയുന്നത്. പിന്നെ ഇനിയിപ്പോൾ ഈ ലിയനാർഡിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും കൂടെ ഒന്ന് പറയാനുണ്ട്. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് നമുക്ക് ഏത് റേഞ്ചിൽ വേണമെങ്കിലും കൺട്രോൾ ചെയ്യാം. 0 മുതൽ ഹൈ സ്പീഡ് വരെ, അതായത് നമ്മൾ റേറ്റഡ് സ്പീഡിൻ്റെ 2 ഇരട്ടി വരെയൊക്കെ അഡ്വാൻറ്റേജ് ഈ ഒരു മെത്തേഡ് വഴി കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാറ്റാം. അതായത് ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഒറ്റയടിക്ക് മാറ്റാൻ പറ്റില്ല. ഒരു ഡയറക്ഷനിൽ പോയി കഴിഞ്ഞാൽ എന്താണ്, അവിടെ സ്പീഡ് കൂടി വരും. അത് വേണമെങ്കിൽ നമുക്ക് തിരിച്ച് കൊണ്ടുവന്ന് പതുക്കെ 0-ലെത്തി പിന്നെ തിരിച്ച് സ്പീഡ് റൈസ് ചെയ്യാം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. അങ്ങനത്തെ ഒരു ടിപ്പിക്കലായിട്ടുള്ള മെത്തേഡാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ DC ജനറേറ്ററിൻ്റെ സെറ്റിൽ റിവേഴ്സ് സ്വിച്ച് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ റിവേഴ്സ് സ്വിച്ച് കൊടുക്കുന്നതിന് DC ജനറേറ്ററിലേക്കുള്ള റിയോസ്റ്റാറ്റിൻ്റെ DC ജനറേറ്ററിലേക്കുള്ള ഫീൽഡിൻ്റെ സപ്ലൈ ആണ് മാറുന്നത്. അപ്പോൾ ഫീൽഡിൻ്റെ സപ്ലൈ മാറുന്നതിനനുസരിച്ച് സപ്ലൈ ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങോട്ട് മീൻസ് 2 രീതിയിൽ നമുക്ക് സപ്ലൈ കണക്ട് ചെയ്തിടാൻ പറ്റും. അപ്പോൾ ഒരു രീതിയിലാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ക്ലോക്ക് വൈസിലായിരിക്കും എപ്പോഴും റൊട്ടേഷൻ നടക്കുക. അത് മാറി തിരിച്ചാണ് ഇടുന്നത് വെച്ചാൽ ആൻറ്റി ക്ലോക്ക് വൈസിലായിരിക്കും റൊട്ടേഷൻ നടക്കുക. അപ്പോൾ അവിടെ ജനറേറ്ററിലാണ് നമ്മൾ എപ്പോഴും ഈ ഒരു കൺട്രോളിങ്ങിൻ്റെ ഭാഗം പറയുന്നത്. ഇപ്പോൾ വോൾട്ടേജ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ പൊളാരിറ്റി ആണെന്നുണ്ടെങ്കിലും രണ്ടും അതിൽ തന്നെയാണ് വരുന്നത്. പിന്നെ എന്താണ്, ഫീൽഡ് റിയോസ്റ്റാറ്റിൽ വലിയ ലോസ് ഉണ്ടാവില്ല, പക്ഷേ ഈ സെറ്റ് മൊത്തമായിട്ട് ഉപയോഗിക്കുന്ന സമയത്താണ് നമുക്ക് ലോസ് ഉണ്ടാവുക. അതാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ്. എല്ലാം കൂടി കൂട്ടി നോക്കുമ്പോൾ നമുക്കൊരു എഫിഷ്യൻസി കുറവായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഈ 3 ഫേസ് മെഷീൻസൊക്കെ കൂടി റൺ ചെയ്യും വേണം. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യും വേണം. അപ്പോൾ ഇങ്ങനെയാവുന്ന സമയത്ത് ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള, അല്ലെങ്കിൽ കുറച്ച് എല്ലാം കൂടെ നോക്കുന്ന സമയത്ത് എഫിഷ്യൻസി കുറച്ച് കുറവായിട്ടുള്ള മെത്തേഡുകളാണ് വരിക. പിന്നെ ഇതിന് നല്ല ചിലവുണ്ടാക്കും. കാരണം ഇത്രയും ഒരു DC മോട്ടോർ ജനറേറ്റർ സെറ്റ് ഉണ്ടാക്കിയെടുക്കണം. അതിന് കൺട്രോൾ ചെയ്യാൻ പാനൽ ഉണ്ടായിരിക്കണം. ആ കൺട്രോളിൻ്റെ ബേസിൽ മാത്രമാണ് പിന്നെ ഈ ഒരു സ്പീഡ് കൺട്രോൾ വരുന്നത്, മോട്ടോറിൻ്റെ സ്പീഡ് കൺട്രോൾ വരുന്നത്. അപ്പോൾ നോർമലായിട്ട് ഉപയോഗിക്കുന്നത് സാധാരണ സ്പീഡ് കൺട്രോൾ മെത്തേഡ്സാണ്. സാധാരണ വോൾട്ടേജ് കൺട്രോൾ, അതേപോലെ ആർമേച്ചർ കൺട്രോൾ, അങ്ങനത്തെയുള്ള മെത്തേഡാണ് ഇപ്പോഴും ഉപയോഗിച്ച് കാണുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു സ്പീഡ് കൺട്രോൾ സെക്ഷനെ പറ്റി പറയാനായിട്ട്. താങ്ക് യു ഓൾ.